ഹലോ, ചിഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ശ്രീകാന്തും വർഷയുടെ അച്ഛനും സംസാരിക്കുന്നതാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വിക്രമിനെ ഇല്ലാതാക്കണമെന്നും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി അവനെ കൊല്ലണമെന്നും, എന്നിട്ട് വേദയെ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നും പറയാണ്. ഇത് കേട്ട വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് കേസും കൂട്ടും ഒന്നും ആവാതെ ശ്രദ്ധിക്കണമെന്ന്. പിന്നെ കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. വിക്രം കമലയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്നും ഇതിനൊന്നും തന്നെ കിട്ടില്ല എന്നും. അപ്പോഴാണ് അപ്പുമോൾ അവിടേക്ക് വരുന്നത്. അപ്പുമോൾ വിക്രമനോട് തന്നെ ഒന്ന് പുറത്ത് കൊണ്ട് കറങ്ങാൻ പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും വിക്രം അവളെയും കൂട്ടി പുറത്തുപോയി. കൂടെ വേദയും ഉണ്ടായിരുന്നു. അവരുടെ പുറകിൽ ശ്രീകാന്തിന്റെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. പിന്നെ അപ്പുമോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വീണ്ടും കല്യാണം കഴിക്കുന്നത് എന്ന്. ഇത് കേട്ടതും വേദ തമാശ രീതിയിൽ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവർ മണിക്കൂറുകളോളം കളിച്ചു ചിരിച്ച് ചെലവഴിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നും മടങ്ങും വഴി വിക്രമിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. കോൾ വന്നതും വേദയെയും അപ്പുമോളെയും റോട്ടിൽ ഇറക്കി വിടുകയാണ് വിക്രം അവിടെ നിന്നും പോവുകയും ചെയ്തു. തുടർന്ന് ശ്രീകാന്തും ഗുണ്ടയും വിക്രമിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കമലയോട് വിക്രമിന്റെ കല്യാണക്കാരെ അന്വേഷിക്കുന്ന അയൽവാസിയാണ്. അന്വേഷിക്കുന്നതിന് തിരിച്ച് കമല നല്ല ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വേദയും അപ്പുമോളും ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അത് കണ്ട് കമല ചോദിക്കുന്നുണ്ട് വിക്രം എവിടെയെന്ന്. നേതാവ് വിളിച്ചത് കൊണ്ട് പോയതാണെന്നും എന്തോ അത്യാവശ്യം ഉണ്ടെന്നും വേദ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വിക്രമിന് ഉന്നം വെച്ച് മുന്നോട്ട് കുതിക്കുന്ന ശ്രീകാന്തിനെയും ഗുണ്ടയെയുമാണ്. ഒപ്പം വർഷയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ വിക്രമിന്റെ വണ്ടിക്ക് ഇടിക്കുകയും വിക്രം ബോധമില്ലാതെ റോഡരികിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രമിനെ വെട്ടാനായി ഒരുങ്ങി നിൽക്കുന്ന ഗുണ്ടയെ വർഷയുടെ അച്ഛൻ തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇവിടെ കിടന്ന് ചോര വാർന്ന് ചത്തോളും എന്ന്. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്നും മടങ്ങുകയാണ്. അവസാനമായി കാണിക്കുന്നത് റോഡരികിൽ പരിക്കുമായി കിടക്കുന്ന വിക്രമിനെയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.